അല്ല, ഞാനൊരു ബ്ലോഗറാണ് എന്ന് പറഞ്ഞതാ. ചാനലിന്റെ പേര് എനിക്കറിയില്ല. മലയാളീസ് ഗൈസ്. അയ്യോ, പേര് പറഞ്ഞു കണ്ട ഒരു സായിപ്പിന്റെ ലുക്ക് ഉണ്ടോ? നേരത്തെ വന്നോണ്ട് ഒരു മനുഷ്യ കുഞ്ഞും ഇല്ല, അതാണ് സത്യം. അല്ലെങ്കിൽ ഫുൾ തിരക്ക്. വീഡിയോ കണ്ടിട്ടില്ല? വീഡിയോസ് ഇടാറുണ്ടോ യൂട്യൂബില്? 200 വീഡിയോ ഉണ്ട്. പിന്നെ നമ്മളാണ് ഇവിടെ ആദ്യമായി ഇന്ന് കാലുകുത്തിയത് ഗൈസ്. ഇവിടെ ആകെ അവര് പറയുന്നത് റെക്കമെൻഡ് ചെയ്യുന്നത് 30 minutes ആട്ടോ. 30 minutes മോർ ഇവിടെ നിക്കാൻ പറ്റില്ല എന്ന് അവര് പറയണേ. കാരണം ഓക്സിജൻ ലെവല് കുറയുന്നു. അത് 2 ദിവസം മാത്രം സ്നോ കണ്ടിട്ട് സന്തോഷമുള്ളൂ. അല്ല, പിള്ളേരെ കൊണ്ടുവന്നില്ലേ ട്രിപ്പിന്? കൊണ്ടൊന്നുമില്ല. വെഡിങ് ആനിവേഴ്സറി ടുഡേ. അങ്ങനെ വെൽക്കം ടു ഗുൽമർഗ്. നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് ഗുൽമർഗിലാണ്. ഇന്നലെയാണ് നമ്മളിവിടെ വന്നത്. ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഹെയർ പിൻ ആയിരുന്നു ഫുള്ള്. ഹെയർ പിന്നില് ഫുള്ള് മഞ്ഞൊക്കെ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളിവിടെ എത്തി. മുകളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇതാണ് ഗുൽമർഗ് എന്നായിരിക്കും. കാരണം ഭയങ്കര ട്രാഫിക് ബ്ലോക്കും സംഭവങ്ങളൊക്കെയാണ്. അതായത് നമ്മൾ ഇവിടെ വന്ന് ചെക്ക് ഇൻ ചെയ്തു. ചെക്ക് ഇൻ ചെയ്തതിന് ശേഷമുള്ള ഈ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. ഗംഭീര വ്യൂ എന്ന് വെച്ചാൽ ഗംഭീര വ്യൂ ആണ്. ഒരു രക്ഷയില്ല കേട്ടോ. ഈ റൂമിൽ വന്നിട്ട് ഇവിടെ താണ്ട് ഒരു ഹീറ്റർ ഉണ്ട്. ഈ ഹീറ്ററിന്റെ ചൂട് പോരാണ്ട് വേറൊരു ഹീറ്റർ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോ രാവിലെ നമ്മൾ ഗൊണ്ടോല റൈഡിന് പോകാൻ പോവാ. നമ്മുടെ റൈഡ് 9 മണിക്കാണ്. വാമർ ഇത് ഡെക്കത്ലോണിൽ നിന്ന് വാങ്ങിയതാട്ടോ. ഇതും നമ്മള് മേത്ത് വെക്കുന്നുണ്ട്. അത്രമാത്രം തണുപ്പാ. ഇന്ന് രാവിലത്തെ തണുപ്പ് ഇവിടെ വന്നിട്ട് -4 ഡിഗ്രി ആട്ടോ. ഇന്നലെ -6 -8 എങ്ങാണ്ടായിരുന്നു. റൂമിൽ കുറച്ചെങ്കിലും ചൂടുണ്ട്. പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാൻ പോയാൽ തന്നെ ആയി പോകും. നമ്മള് ഇങ്ങോട്ട് വരാണെങ്കിൽ ഈ വാമർ നിങ്ങൾക്ക് ഡെക്കത്ലോണിൽ വാങ്ങാൻ കിട്ടും. കാല് നോക്കണം വാമറാ. കൈ വെക്കിടുന്നുള്ളൂ. ഇത് ഒന്ന് ഇട്ടെന്നാടാ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ കീ കൊടുക്കും. രാവിലെ 9 മണിക്ക് റൈഡ് ആയതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ഗൊണ്ടോല സ്റ്റേഷനിലേക്ക് പോവാ. ഇപ്പൊ രാവിലെ 8 മണിയായിരിക്കുന്നത്. ഇത് ഫ്രോസൺ ആയി പോയി. വെള്ളമായിരുന്നു ഇതിന്റെ അകത്ത്. ഇത് പൈസായി മാറി. ബായെന്നൊക്കെ കഞ്ചാവ് അടിച്ച് പല പോയിക്കൊണ്ടിരിക്കുക. നേരെ കാണുന്ന പച്ച കളർ സ്കൂളാണ്. ഞാൻ ആലോചിക്കായിരുന്നു ആ പിള്ളേരുടെ വൈബ്. നമ്മുടെ സ്കൂളിലൊക്കെ ഫ്രണ്ടിൽ ഇതുപോലെ റിസോർട്ടും കാര്യങ്ങളും ഇങ്ങനെ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ മൈൻഡ് സെറ്റ് എന്നൊന്ന് ആലോചിച്ച്. ഇത് സൂക്ഷിച്ചു കിടക്കണേ, തെന്നും. വീടല്ലേ. ഇന്നലെ നമ്മൾ വന്ന സമയത്തൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു, ഭയങ്കര ക്രൗഡായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീനഗറിൽ നിന്നൊക്കെ 1 ഡേ ട്രിപ്പായിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ ഒരു 10-11 മണിയാകുമ്പോഴേക്കൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. നമ്മളത് കാരണം തന്നെ രാത്രി വന്ന് ഇന്നലെ സ്റ്റേ ചെയ്തു. എന്നിട്ട് ആദ്യത്തെ സ്ലോട്ടാണ് നമ്മൾ എടുത്തിരിക്കണേ 9 മണിയുടെ. അതിലൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൗഡ് വളരെ കുറവായിരിക്കും. ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം ഇവിടെ താമസിക്കേണ്ടി വരും. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടുത്തെ റൂമിന്റെ റെന്റ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടാണല്ലേ നമ്മളിവിടെ സ്റ്റേ ചെയ്തേ. അതെ. മോനെ ഞാൻ ഈ ഗ്രിപ്പുള്ള സ്ഥലത്തിക്കൂടെ നോക്കാൻ പോവാ. അതിക്കൂടെ നടന്ന കാഴ്ച വീടുട്ടാ. ഗൊണ്ടോലയുടെ ടിക്കറ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും. എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. നമ്മൾ ഓൺലൈൻ വഴി വേണം ബുക്ക് ചെയ്യാനായിട്ട്. സ്ലോട്ട് നമുക്കതിൽ സെലക്ട് ചെയ്യാൻ സാധിക്കും. 9 മണി, 11 മണി, 1 മണി, 3 മണി, അങ്ങനെ പല ടൈമുണ്ട്. കറക്റ്റ് ടൈം അറിയില്ല. വെബ്സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മള് ദുബായിൽ വെച്ച് ട്രീ ഉണ്ടാക്കിയത് ഓർമ്മയുണ്ടാ? ഒരു തലോണയൊക്കെ പൊളിച്ച് അതിന്റെ പഞ്ഞി എടുത്തിട്ട് അതിന്റെ മുകളിൽ വെച്ചതും താഴെ വെച്ചതൊക്കെ സെയിം സാധനം തന്നെയല്ലേ? നല്ല ഇന്നോവേറ്റീവ് ആയിട്ട് നമ്മൾ ചെയ്തു. കറക്റ്റ് സാധനം. സ്നോ ഭയങ്കരമായിട്ട് കൂടുതലാണെങ്കിൽ phase 2ലേക്ക് കൊണ്ടുപോയില്ല. പക്ഷെ ഇന്ന് phase 2ലേക്ക് പോകാൻ പറ്റും ഗായ്സ് നമുക്ക് മിക്കവാറും. മറ്റേ ജാനമല്ല് നമ്മുടെ ബേസിൽ പറയണ മാതിരി ആദ്യത്തെ 2 ദിവസം മാത്രം സ്നോ കണ്ടിട്ട് സന്തോഷമുള്ളൂ. 3-ാമത്തെ ദിവസം പുല്ല് ഫുള്ള് ഇങ്ങനെയാണല്ലോ. ഫസ്റ്റ് തന്നെ പറഞ്ഞു സ്നോ നമ്മളെ വെൽക്കം ചെയ്യുന്ന ചേട്ടാ നോക്ക് എന്ത് രസം. പക്ഷെ ഭയങ്കര വൈബാട്ടോ. അത് വേറെ കാര്യം. 2 ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു പച്ചപ്പ് നമുക്ക് കാണാൻ തോന്നും. ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് ഗൊണ്ടോല അല്ലേ ഗൈസ്? നമ്മൾ ഓൾമോസ്റ്റ് ഗൊണ്ടോലയുടെ അവിടെ എത്തി. സാധാരണ സമയത്ത് നിങ്ങൾ പറഞ്ഞെന്നുണ്ടെങ്കിൽ ഇവിടെ മുഴുവൻ ക്രൗഡായിരിക്കും ഗൈസ്. ഇതിപ്പോ ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അതെ, നിറയെ വണ്ടിയാണ്. ഓൺലൈനിലൊക്കെ ഗൊണ്ടോല റൈഡ് നോക്കിക്കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി കാണിക്കും. അതിലത്തെ റിയാലിറ്റി നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്രമാത്രം ആളുകളായിരിക്കും. അപ്പൊ ഇതാണ് ഇവിടുത്തെ എൻട്രി. ഇവിടെയൊക്കെ തിരക്കാവേണ്ടതാ. ഇന്നിപ്പോ നമ്മൾ ആദ്യം വന്നോണ്ട് ഇവിടെ തിരക്കില്ലാത്തതാട്ടോ. അപ്പൊ നമ്മൾ അകത്തേക്ക് കയറാം. നമ്മളായിരിക്കും ചിലപ്പോ ആദ്യം. അല്ലെങ്കിൽ ഇവിടെ ക്യൂ ആയിരിക്കും അല്ലേ?
നമ്മള് ടിക്കറ്റ് ഓൾറെഡി എടുത്തായിരുന്നു കേട്ടോ നാട്ടിൽ നിന്ന്. നമ്മളുടെ ഓൾറെഡി എടുത്ത കാരണം ഇവിടെ വന്നിട്ട് അവർ ജസ്റ്റ് സ്കാൻ ചെയ്തു. അത് നോർമൽ ടൂറിസ്റ്റ് മുകളിലേക്ക് പോവാട്ടോ ഗൈസ്. അവിടെ നിന്നായിരിക്കും കൊണ്ടുപോകാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്നല്ല, അതിന്റെ മുകളിൽ നിന്ന്. നമ്മളിവിടെ വന്നപ്പോഴായിട്ട് മലയാളികൾ കണ്ടുപിടിച്ചോ എവിടെ പോയാലും മലയാളികളുണ്ട് പറയണമല്ലേ. നമ്മൾ നേരത്തെ വന്നോണ്ട് ഒരു മനുഷ്യക്കുഞ്ഞും ഇല്ല, അതാണ് സത്യം. അല്ലെങ്കിൽ ഫുൾ തിരക്ക. വീഡിയോ കണ്ടിട്ടില്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ഗോണ്ടോല. ഇതിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇതിനെ ഈ സാധനത്തിനാണോ കൊണ്ടുപോകാന്ന് പറയണേ? നിങ്ങൾ യൂട്യൂബിൽ യൂട്യൂബിൽ വന്നു. ഓക്കെ. സന്തോഷ്. മിസ്റ്റർ സന്തോഷ്. പേരെന്തായിരുന്നു? തൃശ്ശൂരാണ്. തൃശ്ശൂരാണോ? നമ്മളും തൃശ്ശൂര്. തൃശ്ശൂർ എവിടെയാ? മുപ്ലിയം. നമ്മള് കൊടുങ്ങല്ലൂര്, ഇവ ചാലക്കുടി. ആണോ? ചാലക്കുടി അടുത്താ നമുക്ക്. ഒരു വെള്ളിക്കുളങ്ങര. മലയാളീസ് ഗൈസ്. അയ്യോ, പേര് പറഞ്ഞു. കണ്ട ഒരു സായിപ്പിന്റെ ലുക്ക് ഉണ്ടോ? പേരെങ്ങനെയായിരുന്നു? പേര് ജോസി. ജോസി. എല്ലാവരുടെയും അടിപൊളി പേരുകളാണ്. പേരെങ്ങനെയാ? അജയ്, ഇവ നോർമലാ. നോർമൽ. ഇന്നലെ എത്തിയപ്പോ ഇവിടെ സ്റ്റേ ഒക്കെ നല്ലതായിരുന്നു. എന്നാ തിരിച്ചു എക്സൈറ്റ്മെന്റിലാണ്. എന്താണ് ബുധനാഴ്ച ഇതിന്റെ എക്സൈറ്റ്മെന്റിലാണ്. തണുപ്പിന്റെ ഞങ്ങൾക്ക് ഇതിൽ കയറാൻ പറ്റുന്ന കരുതിയില്ല. ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ടാ കിട്ടിയത്. ഇപ്പൊ എടുക്കാൻ പറ്റുമോ നമുക്ക്? അതെ, ഞങ്ങൾ ഓൺലൈനിൽ എടുത്തത്. അതായത് ഇപ്പൊ 8 മണിക്ക് വന്നാല് 15 ദിവസത്തെ എന്തോ പ്രോഗ്രാമാണ്. 8 മണി മുതൽ 9 മണി വരെ ഇവര് ടിക്കറ്റ് തരുന്നു. ഇനി എന്നാ തിരിച്ചു പോണേ? ബുധനാഴ്ച. അല്ല, ഞാനൊരു വ്ളോഗറാണ് എന്ന് പറഞ്ഞതാ. ചാനലിന്റെ പേര് എനിക്കറിയില്ല. അതെന്താ? അതെ, വീഡിയോസ് ഇടാറുണ്ടോ യൂട്യൂബില്? 200 വീഡിയോ ഉണ്ട്. പിന്നെ ചുമ്മാ ഓരോന്നൊക്കെ ഇടുവോ തന്നെ. നിങ്ങളെ സെർച്ച് ചെയ്യണം. നിങ്ങളുടെ സെർച്ച് ചെയ്യണം. ചേച്ചിക്ക് അറിയാം ചാനല്. അല്ല, അപ്പൊ എന്ത് വീഡിയോസ് ഇടാറ്? 200 വീഡിയോ വെറുതെ ഒരു എവിടെയെങ്കിലൊക്കെ പോയിട്ട് വീഡിയോസുകളൊക്കെ. അത് മെമ്മറി പോലെ വെറുതെ. ഒന്നും പറയില്ല. വായ തുറന്ന പ്രശ്നമാണ്. അടിപൊളിയായി സംസാരിക്കും. അത് ഇപ്പോഴത്തെ മൂഡിലല്ലേ, മിണ്ടാതെ നടക്കുന്ന ആളാ. ഈ തണുത്ത വൈബില് പറയുന്നതാ. മലയാളികളെ കാണുമ്പോൾ ഒരു സന്തോഷം ശരിക്കും. മനസ്സ് തുറക്കാൻ പറ്റുന്ന. അതെ, സത്യം. ഈ ഹിന്ദി പറഞ്ഞു മടുക്കുന്നേ. മോദി സാറ്. അതെ, ഇങ്ങക്ക് എന്തായാലും തണക്കില്ലാട്ടോ ഇതിന്റെ അകത്തുനിന്ന്. ആണോ? തണക്കണ്ട? നമ്മളിത് വാങ്ങിച്ചില്ല, ഇത് എടുത്തോളാൻ പറഞ്ഞു. ഇത് തന്നെയാ നല്ലതല്ലേ? വാട്ടർ പ്രൂഫാ. സ്നോവും കാര്യങ്ങളും ഉള്ളിലേക്ക് പോവാന്നല്ലേ? ശരി. നമ്മുടെ ചെരുപ്പ് ഇട്ടിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഇത് ഇടായിരുന്നു. അങ്ങനെ പറ്റുമോ? കേറോ? കേറില്ല. ഒരു ആഗ്രഹം. ഇവിടെ വേറെ വല്ല സ്ഥലം കൊണ്ടോ ഗുൽമർഗില്? ദൂത്പത്രി, അവിടെ പോയില്ലേ? അവിടെ അതെങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഇവിടെ പോലെയൊക്കെ തന്നെ. നാളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. ചെയ്തു. എനിക്ക് നിങ്ങളുടെ ചാനലിന്റെ പേര് ഇറങ്ങി ഇപ്പൊ തന്നെ ചെയ്തേനെ ഞാൻ. എന്നാ പിന്നെ ആയിക്കോട്ടെ. ഇതാണ് എന്റെ ചാനലിന്റെ പേര്. ചാനലിന്റെ പേര് റോവർ 78 ദുബായ്. ദുബായിലായിരുന്നോ? ആണ്. നമ്മളും ദുബായിലായിരുന്നു. നമ്മൾ എത്ര വീഡിയോസ് ഉണ്ട് ഇതില്? എത്രയുണ്ട്? അല്ല, ഞാൻ നോക്കട്ടെ, എനിക്കെന്നെ അറിയില്ല. ഇതിപ്പോ ഞാൻ ഹത്തയില് പോയതാ. 4 മിനിറ്റിന്റെ ഒരു വീഡിയോ. ചുമ്മാ നടന്നിട്ട് ഞാൻ വീഡിയോ ഇങ്ങനെ മൊബൈൽ പിടിച്ചിട്ട് നടന്നു. സന്തോഷ് ജോർജ് കുളങ്ങര. അതന്നെ, ഒന്നുണ്ടില്ല. സന്തോഷ് മിണ്ടില്ല. മിണ്ടാതെ കണ്ട് ഇവളോട് പറയും മിണ്ടായിരുന്നു പറയും, പിള്ളേരോടും മിണ്ടായിരുന്നു പറയും. എന്നിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തു. അല്ല, പിള്ളേരെ കൊണ്ടുവന്നില്ലേ ട്രിപ്പിന്? കൊണ്ടൊന്നില്ല, അവർക്ക് എക്സാം ആണ്. മോള് 10ലാ. അപ്പൊ ഒരു ചെറിയൊരു ഹണിമൂൺ, വെഡിങ് ആനിവേഴ്സറി ടുഡേ. എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി? 17. അടിപൊളി മാൻ, അടിപൊളി. നൈസ്. ദുബായിലപ്പോ എവിടെയാ? എന്ത് ചെയ്യണം? ഞാൻ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിലാണ്. ശരി, ഓക്കെ. എവിടെയാ? ദേറയിലാണ്. ഗരൂദ് അറിയാം. ഓക്കെ. ജാഗ്വാർ ലാൻഡ് റോവറിന്റെ ഡീലറാണ്. വലിയ ടീമാണ്. നന്നായിരിക്കട്ടെ. ഗൈസ്, അങ്ങനെ നമ്മൾ കേബിൾ കാറിൽ കയറാൻ പോവാ. എന്റെ വായൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ, തണുത്തിട്ട് വളവളാന്നാവണ്. അങ്ങനെ നമ്മൾ കേറി. നമ്മൾ ഒറ്റയ്ക്കാണ് ഗൈസ്, നമ്മൾ ഒറ്റയ്ക്കല്ല. മുകളിൽ വേറെ ആൾക്കാരും ഉണ്ട്. അങ്ങനല്ല,
വരുന്നേ ഉള്ളൂ. ഇവിടുന്നുള്ള വ്യൂ രക്ഷയില്ലാട്ടോ. ഗംഭീര വ്യൂ എന്ന് വെച്ചാൽ ഗംഭീര വ്യൂ ആ. ഇത് കാണാനാണ് എല്ലാരും ഗുൽമർഗിൽ വരുന്ന ഈ ഗൊണ്ടോല റൈഡ്. ഒരു രക്ഷയില്ലാത്ത റൈഡാട്ടോ. എടാ നിന്റെ മുകളിലാ അത് ഓപ്പണാ, നടക്കാൻ പറ്റില്ല, ഒന്നും പണിയണ്ട നീ. ഓ ഇങ്ങനെ കേട്ടോ പോണത്. ഒരു രക്ഷയില്ല, ഭയങ്കര ബ്യൂട്ടിഫുൾ, ഫുള്ള് മഞ്ഞായിട്ട് കേട്ടോ. ഇത് എത്ര നേരം ഉണ്ടാവോ? ഇങ്ങനെ കിടുകിടുന്നാവുമ്പഴേ പേടിയാവണെന്ന്. കൊഴപ്പില്ലല്ലേ? അങ്ങനെ നമ്മൾ ഗൊണ്ടോല ഫേസ് 1 കംപ്ലീറ്റ് ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു റൈഡ്? ഭയങ്കര സ്റ്റെപ്പ് റൈഡ്, ഭയങ്കര രസമായിരുന്നു. പക്ഷെ ഫേസ് 1 ഇത്, ഫേസ് 2 നോക്കിയ മൗണ്ട് എവറസ്റ്റാ. എങ്ങനെയുണ്ടായിരുന്നു സന്തോഷേട്ടാ? അടിപൊളി. അതെ അതെ. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു? നമ്മളാണ് ആദ്യമായി ഇന്ന് ഇവിടെ സമയം കിടക്കല്ലേ? എന്താ കൈയൊക്കെ വരക്കണേ? എന്താണ് നമ്മളാണ് ഇവിടെ ആദ്യമായി ഇന്ന് കാല് കുത്തിയത് ഗൈസ്. ഒരു തീരുമാനം എടുത്തു, ഫേസ് 2ലേക്ക് പോടില്ലത്. അയ്യോ അങ്ങനെ പറയല്ലേ. ഇത് ഭയങ്കര തണുപ്പ്. ഇത് ഫേസ് 1 നമ്മൾ എത്തിയിരിക്കുന്നത്. നമുക്ക് ഫേസ് 2 പോകാനായിട്ടുണ്ട്. എടോ ഞാൻ പോടില്ലടോ, പോയിട്ട് വരാം. അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു പോരാ നമുക്ക്. അത് പിന്നെ അങ്ങനെയാണല്ലോ. മഞ്ഞിന്റെ അയ്യര് കളി എന്ന് വെച്ചാൽ അയ്യര് കളിയാണ്. എന്താ പറയാ, ഒരു പാരഡൈസിൽ എത്തിയൊരു ഫീലാണ്. ഇവിടുത്തെ കഫേ ഒക്കെ ആ ഐഡിയ കൊള്ളാം അല്ലേ? ഇഗ്ലൂ കഫേ. ഇഗ്ലൂ കഫേ അത് ഓപ്പൺ ആയിട്ടില്ലാന്ന് തോന്നുന്നു. ഓപ്പൺ ആവണേ ഉള്ളൂ. നമ്മൾ ഭയങ്കര നേരത്തെ ആയതുകൊണ്ട്. പോലെ നമ്മളാണ് ഇന്ന് ഫസ്റ്റ് ഇവിടെ കാല് കുത്തിയേക്കണേ. മാത്രല്ല തിരക്കുമില്ല, അപ്പൊ നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഇവിടെ സൂര്യന്റെ അടിക്കുന്നുണ്ടല്ലേ, അപ്പൊ തന്നെ ഫോഗ് ഒക്കെ പതുക്കെ മാറി തുടങ്ങി. അപ്പൊ കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് ക്ലിയർ ആയി. അതെ, സീനറി ഒക്കെ ക്ലിയർ ആയി. അപ്പൊ ഭയങ്കര രസമുണ്ട്. സാധനം സെറ്റായി, വിഷ്വലൊക്കെ ക്ലിയർ ആയി. മോളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഭീകര അടിപൊളിയായിരിക്കും വിചാരിക്കും. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നീ ഇപ്പൊ നിക്കുന്നില്ലേ, നീ നിക്കണേ നേരെ ബാക്കിലുള്ള ആ മലയില്ലേ, അതിന്റെ മുകളില് അതിന്റെ മനസ്സിലായി. ഞാൻ കണ്ടു അതിന്റെ കേബിള് പോണത്. ഇവിടെ വന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. താഴെയുണ്ട് കുറെ. നമുക്ക് സ്കീയിങ്ങും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ സ്കീയേഴ്സ് ഒക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കും സ്കീയിങ് ഒക്കെ ചെയ്യണോന്നൊക്കെ. പിന്നെ മറ്റേ ബൈക്ക് ഓടിക്കുന്ന പരിപാടിയുണ്ട്, അത് താഴെയാന്ന് തോന്നുന്നു. ഇവിടെ ഞാൻ കണ്ടില്ല. പിന്നെ ഇവിടെ വരുമ്പോൾ നിങ്ങൾ എന്തായാലും കൂളിംഗ് ഗ്ലാസ് വരണം കേട്ടോ. ഹാർഷ് സൺലൈറ്റ് ഇവിടെ വരുന്നത് കണ്ണിക്ക് അടിച്ച നല്ല പെയിനാണ്. അത് കാരണം നമ്മൾ കണ്ണട വെച്ചിരിക്കുന്നത്. പിന്നെ ഇവ വെച്ചിരിക്കുന്നത് വെറും ഒരു ജാടക്ക്. ജാട പച്ചയായ ജാട, പുച്ഛമാണ് ജാട ജാട. സന്തോഷേട്ടനും ബാക്കി ടീംസിനൊക്കെ എവിടെ വെച്ചോ നമുക്ക് മിസ്സായിട്ടോ. അവരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ തോന്നുന്നു. എന്തായാലും നമുക്ക് മോളിക്ക് പോയിട്ട് വരാം ഗൈസ്. അതിന്റെ ഉള്ളിലിരുന്ന് കോഫി കുടിക്കാം. അതിന്റെ ഉള്ളിൽ കയറണമെങ്കിൽ ബുക്കിംഗ് വേണം. 1000 രൂപയാണ് ചായ കുടിക്കാൻ. വന്നേ നീ എത്ര ചിക്കൻ കറിയുടെ ഡ്രസ് വാങ്ങിക്കാം ഗൈസ്. അങ്ങനെ സൂര്യൻ ചേട്ടന്റെ സമ്മതപ്രകാരം ഞങ്ങൾ ഫേസ് 2ലേക്ക് പോവാൻ പോവാണ്. ഇവ അജയ് കൊണ്ടുപോയില്ല. ഇല്ല, നമുക്ക് പോകാൻ പറ്റില്ല. നമുക്ക് ഇതിലേക്ക് വിന്റെടാ വിന്റ്, നല്ല കാറ്റ്. താഴേക്ക് എന്താ ഈ കാറ്റിൽ? ഇത് ഭയങ്കര മലമുകളിലായതുകൊണ്ടാ കാറ്റ് കണ്ടില്ലേ? ഭയങ്കര വിന്റിയാന്നുള്ളത് താഴെ ഫേസ് 1 അവര് പറയണ്ടായിരുന്നു. ഇവിടെ ആകെ അവര് പറയുന്നത് റെക്കമെൻഡ് ചെയ്യുന്നത് 30 മിനിറ്റ്സ് ആട്ടോ. 30 മിനിറ്റ്സ് മോർ ഇവിടെ നിക്കാൻ പറ്റില്ല എന്ന് അവര് പറയണേ. കാരണം ശ്വാസം വിട്ടുന്ന്, ഓക്സിജൻ ലെവൽ കുറയുന്നു. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. അയച്ചേട്ടനോ? ഇതിന്റെ മുകളിൽ ഇനി ആകാശോ? എടാ ഈ ഒരു സ്ഥലത്തിന്റെ പേര് വന്നിട്ട് അപർവത് ആൾട്ടിറ്റ്യൂഡ് എന്നാ. ഇതിന്റെ പേര് അങ്ങനെ കൊടുത്തിരിക്കുന്നവര്, അപർവത് ആൾട്ടിറ്റ്യൂഡ്. ചിലപ്പോ ഈ മൗണ്ടന്റെ പേരായിരിക്കും അപർവത് എന്ന്. പർവ്വത് എന്ന് പറഞ്ഞാൽ തന്നെ മലയാളമോ? ആ കാക്കിയൊക്കെ എങ്ങനെ നിക്കണടി ഇവിടെ? കാക്കനങ്ങാൻ പറ്റുള്ളാടാ. പോണാണ്ടാ എന്റെ പൊന്നു കാക്ക എങ്ങനെ എന്റെ മുകളിൽ കയറി? കാക്ക ആക്ച്വലി ഒരു പരിധി വരെ മുകളിൽ കയറില്ലല്ലോ. പിന്നെ എങ്ങനെ ഇത് പരുന്താണ്? നീ അല്ല പരുന്തല്ല, ഇത് കാറ്റത്ത് പറക്കണം എന്നാന്ന് തോന്നുന്നു, ചിറകിട്ട് അടിച്ചിട്ടല്ല. ഗൈസ് നമ്മള് ലുക്ലേ പോയപ്പോ അവിടെ വന്നിട്ട് മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിംഗ് ഉണ്ട്.
അപ്പൊ അത് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇവിടെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് ക്യാമ്പ് പോലെ തന്നെ നമുക്ക് തോന്നും. മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിലൊക്കെ പോകുന്ന പോലെ തന്നെ അതിന്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള പോലെ ഫുൾ 4 സൈഡും മൗണ്ടനാ, ഭയങ്കര ബ്യൂട്ടിഫുള്ളാ. ഇങ്ങനത്തെ പാറകളൊക്കെ ഫുൾ ഐസാട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് പാറകൾ ഫുള്ളായിട്ട് കിടക്കാം. വേണമെങ്കിൽ നമുക്ക് നടന്നു പോകാൻ പറ്റും തോന്നുന്നു ഗൈസ്. അപ്പൊ ഞാനിവിടെ കുറച്ചു നേരം ഇരുന്നു. നല്ല കാറ്റുണ്ട്. തണുപ്പിനേക്കാൾ കൂടുതൽ കാറ്റടിക്കുമുള്ള തണുപ്പാണ്. 4 ഭാഗവും മൗണ്ടനാണ്. ഇതിന്റെ ഇടയിൽ ഇവ മഞ്ഞിൽ കുളിച്ചു വരുന്നുണ്ട്, മുഖത്തൊക്കെ മഞ്ഞിട്ടിട്ട്. ഭ്രാന്തനായിട്ട് ഡ്രസ്സിന്റെ ഉള്ളില് വരെ മഞ്ഞാക്കിട്ട് വന്നിക്ക. നിനക്ക് പൊട്ടാണോ ഇവ? ഫേസ് 1ന്റെ അവിടെ എത്തിയപ്പോ ഞാൻ അയച്ചിട്ട് പറഞ്ഞു ഫേസ് 2ലേക്ക് പോകണ്ടണ, പേടിയാണ് കണ്ടിട്ട്. ഇത് മലയുടെ മുകളിലാണ് കേബിൾ കാണാൻ പറ്റുന്നുണ്ടെന്നൊക്കെ. പക്ഷെ വന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്തേനെ. ഇത് സൂപ്പർ രാജേഷ് ചേട്ടാ, ഒരു രക്ഷയില്ല, സൂപ്പർ. അപ്പൊ ഗൈസ്, ഈ ഒരു വ്യൂവിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നമ്മൾ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഗംഭീരമായിരുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് കിട്ടിയത്. എത്രത്തോളം നിങ്ങൾക്ക് അത് തരാൻ പറ്റി എന്ന് നമുക്ക് അറിയില്ല. ഇത് വേർത്ത് എ വിസിറ്റ് ആണ്, എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് കൂടിയാണ്. അപ്പൊ എല്ലാവർക്കും എല്ലാവരും നല്ലതുണ്ടാവട്ടെ, നല്ല ദിവസമായിരിക്കട്ടെ. ഇവിടെ തണുപ്പൊക്കെ കാരണം നമ്മളിങ്ങനെ ഹാപ്പി ഗൈസ്. പിന്നെ എല്ലാ പ്രാവശ്യവും പറഞ്ഞ പോലെ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, കണ്ടുനോക്കാം.